ആഘോഷപരമായ കാര്യങ്ങളിലാണ് അല്ലെങ്കിൽ അവസരങ്ങളിലാണ് നമ്മൾ ആരെങ്കിലും വിളിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 2 ഗസ്റ്റുകൾ ഉണ്ട്. ഉജ്ജയിൻ രൂപതയുടെ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വടക്കേ, ഫാദർ ലൂക്ക് മാറാമ്പറമ്പിൽ, അദ്ദേഹവും MST സഭാംഗമാണ്. നമുക്ക് നമ്മുടെ കൂടെ ഇവിടെ ആയിരിക്കുകയാണ്. നമ്മുടെ ഈ ഇടവക സമൂഹത്തിലേക്ക് ഇവരെ 2 പേരെയും ഹാർദവമായി സ്വാഗതം ചെയ്യാം. നമ്മൾ അറിയാവുന്നതുപോലെ തന്നെ ഈ രൂപതകളുടെ രൂപീകരണത്തിന് മുമ്പ് തൊട്ട് നമ്മുടെ സിറോ-മലബാർ സിനഡിന്റെ മൈഗ്രന്റ് കെയർ ചെയർമാൻ എന്ന രീതിയിൽ മാർ സെബാസ്റ്റ്യൻ വടക്കേൽ പിതാവ് ഇൻചാർജ് ആയിരുന്നു, ചെയർമാനായിരുന്നു. ദൈവം പ്രവാചകൻ വഴി പറഞ്ഞതുപോലെ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതുപോലെ ഈ രൂപതാ രൂപീകരണത്തിന് മുമ്പ് തന്നെ പിതാവ് നിങ്ങളെ എല്ലാവരെയും അറിയുന്നയാളാണ്. ഇവിടെ രൂപീകരണത്തെക്കുറിച്ചും ഇവിടുത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചെയ്തത് പിതാവിലൂടെയായിരുന്നു. അന്ന് പിതാവ് നോക്കി നടത്തിയിരുന്ന മൈഗ്രന്റ് കെയർ രാജ്യങ്ങളിലെല്ലാം ഇന്ന് ഒരു രൂപതയായി വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, UK ഈ രാജ്യങ്ങളിലെല്ലാം നമുക്ക് ഒരു സിറോ-മലബാർ രൂപത ഉണ്ടായതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തി എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. പിതാവാണ്. അന്ന് സിനഡ് നിയോഗിച്ച ഉത്തരവാദിത്തം അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തതുകൊണ്ടാണ് ഇന്ന് നമ്മളായിരിക്കുന്ന രൂപതയുടെ, അഭിമാനിക്കുന്ന രൂപതയുടെ അംഗമായി നമ്മൾ നിൽക്കുമ്പോൾ ഇതിൻ്റെ കാരണം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിതാവിൻ്റെ കരങ്ങളാണ്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്നലെ വൈകുന്നേരം പിതാവ് എത്തിച്ചേർന്നപ്പോൾ മുതൽ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചാണ്, ഇവിടുത്തെ വളർച്ചയെക്കുറിച്ചാണ് പിതാവിന് സംസാരിക്കാനുള്ളത്. എനിക്ക് ഉജ്ജയിൻ രൂപതയെക്കുറിച്ച് ചോദിക്കുവാൻ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. എന്നെക്കുറിച്ച്, ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിച്ചിട്ടില്ല. മറിച്ച് പിതാവ് വളരെ ഉത്സാഹത്തോടുകൂടി സംസാരിക്കുമ്പോൾ മുഴുവൻ ഈ UK-യിൽ ഇന്ന് നമ്മൾ കാണുന്ന സഭയുടെ വളർച്ചയെക്കുറിച്ച് അഭിമാനപൂർവ്വം പിതാവ് ഓരോ കാര്യങ്ങളും പറയുകയായിരുന്നു. നമുക്ക് അഭിമാനിക്കാവുന്ന സമയമാണ്, പിതാവിനും അഭിമാനിക്കാവുന്ന ഒരു നിമിഷങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. കാരണം ഒരു ശൈശവ കാലത്തിലായിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു യുവത്വത്തിലേക്ക് നമ്മുടെ സഭ, നമ്മുടെ രൂപത വളർന്നിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണതയിൽ കാണുവാൻ പിതാവായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. പിതാവിനെയും നട്ടുവളർത്തിയ ആ ചെടിയിൽ അനേകം ഫലങ്ങൾ ചൂടി നിൽക്കുന്നത് കാണുവാൻ പിതാവിന് സാധിക്കുന്നു. അത് വളരെ അഭിമാനകരമായ കാര്യമാണ്. ഈ ഇടവക സമൂഹത്തിലേക്കും നമ്മുടെ ഈ ദിവ്യ ബലിയർപ്പണത്തിലേക്കും ഞാൻ പിതാവിനെയും ലൂക്കാച്ചനെയും വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പുതിയ മാർപ്പാപ്പായുടെ ആപ്തവാക്യം എന്ന രീതിയിൽ ഇൻ ഇല്ലോ ഊനോ ഊനു, ഇൻ ദ വൺ വി ആർ വൺ, നാം എല്ലാവരും ഒന്നാണ്, ഇൻ ക്രൈസ്റ്റ് വി ആർ ഓൾ വൺ എന്ന ആപ്തവാക്യമാണ് മാർപ്പാപ്പ സ്വീകരിച്ചിരിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെയും നമുക്ക് നൽകുന്ന സന്ദേശം. പിതാവ് ഈശോ മിശിഹ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നാം എല്ലാവരും, അവരെല്ലാവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരേ ശരീരമാകുന്ന ഈശോ മിശിഹായുടെ ഭൗതിക ശരീരമായ സഭയുടെ അംഗങ്ങളാണ് എന്നുള്ള രീതിയിൽ ഒരുമയോടുകൂടി, ഐക്യത്തോടുകൂടി നമ്മൾ കുർബാനയിൽ അന്ന പെസഹ പാടുന്നത് പ്രകാരമാണ്. ഒരുമയോടുകൂടി, ഐക്യത്തോടുകൂടി, ഒരേ മനസ്സോടുകൂടിയാണ് നമ്മൾ ബലിയർപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു ശരീരമായി, ഒരു ഹൃദയമായി നമുക്ക് ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോൾ അത് വളരെ മനോഹരമാവുകയും നമ്മുടെ ബലി ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യമാവുകയും ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് ഒരു ഹൃദയത്തോടുകൂടി, ഒരു മനസ്സോടുകൂടി, പല ഇടങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിൽ പോലും നമുക്ക് ഒരേ മനസ്സോടുകൂടി ദൈവത്തിനു മുമ്പിൽ സംപ്രീതമായ രീതിയിൽ ബലിയർപ്പിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം.